ഹായ് ഓൾ, വെൽക്കം ടു ഹൈംസ് അക്കാഡമി. നമ്മളുടെ ICT എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. ICT നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന് 60 മാർക്കിൻ്റെ ക്വസ്റ്റൻ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് നിന്ന് സാധാരണഗതിയിൽ ICTയിൽ നിന്ന് പഴയ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ വേർഡോ അല്ലെങ്കിൽ PPTയോ ഇങ്ങനെ നമ്മുടെ ടീച്ചിങ്ങിലുമായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പഴയതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഇത് കൂടാതെ പുതിയതായിട്ട് അപ്ഡേറ്റ് വരുന്ന പോർഷൻസ് എപ്പോഴും നമ്മുടെ GK ആൻഡ് കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് അതിൻ്റെ അകത്തും വരും. അങ്ങനെ 2 സെക്ഷനിൽ നിന്നും ക്വസ്റ്റ്യൻ വരാം. മിനിമം ഒരു 5-6 ക്വസ്റ്റൻസ് ഒക്കെ ICT മാത്രമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ടീച്ചർ എന്ന നിലയിൽ ടെക്നോളജി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് തന്നെ ക്വസ്റ്റൻസ് ഷുവറാണ്. ICT ഒക്കെ നമ്മളുടെ ബാച്ചിൽ ആദ്യം റെക്കോർഡ് കണ്ടു, പിന്നെ അതിനുശേഷം എൻ്റെ ലൈവ് കണ്ടു, എക്സാം അറ്റൻഡ് ചെയ്തു, then അവസാനം വീണ്ടും ഇതേ നമുക്ക് ലൈവ് കഴിഞ്ഞിരിക്കുന്നു, അതിൻ്റെ എക്സാം കഴിഞ്ഞു, then അവസാനത്തെ മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു. കൃത്യമായിട്ട് നിങ്ങൾക്ക് സമയം എല്ലാവർക്കും വളരെ കുറവാണ്. അപ്പോൾ ആ സമയത്തിൽ നിന്നുകൊണ്ട് വളരെ പെർഫെക്റ്റായിട്ട് പഠിക്കേണ്ടത് മാത്രം പഠിച്ച് എക്സാം അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത തവണ നിങ്ങൾ മിസ് ചെയ്യരുത്. നമ്മളുടെ ഹൈംസ് അക്കാഡമിയിലെ ഒരു കോഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കാം. അതും വളരെ ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആരെങ്കിലും ഒറ്റ തവണ കൊണ്ട് സെറ്റ് പാസ്സാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കോഴ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നെറ്റ് എക്സാമിന് നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ ജനറൽ പേപ്പർ മാത്രമേ ഇപ്പോൾ ഇത്തവണ നമുക്ക് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ജനറൽ പേപ്പറിന് നമുക്ക് ലൈവായിട്ടും റെക്കോർഡായിട്ടും അതുപോലെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്തൊക്കെ വളരെ പെർഫെക്റ്റായിട്ട് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതും ഏറ്റവും ചെറിയ ഫീസിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ICT നോക്കുന്നത് ക്വസ്റ്റൻസ് ബേസ്ഡ് ആയിട്ടാണ്. അപ്പോൾ ഓരോ ക്വസ്റ്റൻസ് നോക്കിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോട് നോക്കിപ്പോകാം. ഓക്കെ, ഫസ്റ്റ് വൺ, ദ ഇൻവെൻറ്റർ ഓഫ് ദ വേൾഡ് വൈഡ് വെബ് WWW ഇൻവെൻറ്റർ ആരാണ്? അത് ടിം ബേർണേഴ്സ്-ലീ ആണ്. ഓപ്ഷൻ നോക്കുക, ടിം കുക്ക് കിടപ്പുണ്ട്, ഇനി അതുകൂടാതെ ടിം ബേർണേഴ്സ്-ലീയും ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ടിം മാത്രം ഓർത്ത് വെച്ച് പോയാൽ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ടിം ബേർണേഴ്സ്-ലീ എന്നുള്ളത് ഓർത്ത് നോക്കണം. ടിം ബേർണേഴ്സ്-ലീ അദ്ദേഹമാണ് ഈ വേൾഡ് വൈഡ് വെബിൻ്റെ ഇൻവെൻറ്റർ കണ്ടുപിടിച്ചത്. അപ്പോൾ ടിം ബേർണേഴ്സ്-ലീ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് ആണ്. 1989 അദ്ദേഹം കണ്ടെത്തുന്നത്. ഇനി ഈ പറയുന്ന വേൾഡ് വൈഡ് വെബ് മാത്രമേ കണ്ടെത്തിയുള്ളൂ? ഇല്ല, വേൾഡ് വൈഡ് വെബ് അതിന് ആവശ്യമായിട്ടുള്ള 3 കോർ ടെക്നോളജി കണ്ടെത്തിയതും നമ്മുടെ ടിമ്മാണ്. അപ്പോൾ ടിം കണ്ടെത്തിയ ഈ 3 കോർ ടെക്നോളജി ഏതൊക്കെയാണ്? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, HTTP. എത്രയോ തവണ ഇത് പ്രീവിയസിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ HTTP, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അതായത് നമ്മളിപ്പോൾ ഗൂഗിളിൽ ഒരു കാര്യം സെർച്ച് ചെയ്യുക. അപ്പോൾ എനിക്കറിയേണ്ടത് കൾച്ചറൽ പ്ലൂറലിസം എന്താണെന്ന് ഞാൻ സെർച്ച് ചെയ്യുന്നു. ആ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞ വെബ് ബ്രൗസറിൻ്റെ അകത്താണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ വെബ് സെർവർ യൂസിങ് ദിസ് HTTP. ഇപ്പോൾ ഈ ഒരു പ്രോട്ടോകോൾ HTTP എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പേജുകൾ നമ്മളുടെ ഗൂഗിൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് ഗൂഗിൾ എന്ന് പറയുന്ന ഗൂഗിൾ ക്രോം എന്ന വെബ് ബ്രൗസർ നമുക്കിത് ചെകഞ്ഞ് തരുന്നത്. അപ്പോൾ ഇതാണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, HTTP ഓർക്കാം. ഇനി എന്താണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്? അതും നമ്മുടെ ടീം കണ്ടെത്തിയതാണ്, HTML. ഈ പറയുന്ന നമ്മളിപ്പോൾ ഒരു വെബ് പേജിലേക്ക് പോകുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ വെബ് പേജൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് HTML എന്ന് പറയുന്ന ലാംഗ്വേജ് നമുക്കറിയാം അല്ലേ. അപ്പോൾ അതാണ് ഈ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ദിസ് ഇസ് ദ ലാംഗ്വേജ് യൂസ് ടു ക്രിയേറ്റ് വെബ് പേജ്. അടുത്തത് URL, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അതെന്താണ്? വെബ് പേജിൻ്റെ അഡ്രസ്സ്. അതാണ് ഈ പറഞ്ഞ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളും ആരുടെ കോൺട്രിബ്യൂഷനാണ്? അത് നമ്മുടെ ടിം ബേർണേഴ്സ്-ലീയുടെ കോൺട്രിബ്യൂഷനാണെന്ന് ഓർത്ത് വെക്കാം. ഇത് കൂടാതെ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കണം. ഇവിടുന്ന് നമുക്ക് എന്ന് മുതലാണ് ഈ WWW അല്ലെങ്കിൽ വേൾഡ് വൈഡ് വെബ് അവൈലബിൾ ആയത്? 1991 മുതൽ നമുക്ക് അവൈലബിളായി, പബ്ലിക്കിന് അവൈലബിളായി. ഇനി ഇത് അവിടെ കൊണ്ട് തീരുന്നുണ്ടോ? ഇല്ല. ഇന്നും അതിൻ്റെ പുതിയ വേർഷൻ വേൾഡ് വെബ് 1, വെബ് 2, വെബ് 1.0, 1.2.0 അങ്ങനെ 5.0 വരെ ഇപ്പോൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്നും വളർന്നു വരുന്ന അല്ലെങ്കിൽ എന്നും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജിയാണ് WWW എന്ന് പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും പഠിച്ചപ്പം നമുക്ക് ഈ പറഞ്ഞ ഓപ്ഷനിൽ വന്ന 3 പേരെ കൂടെ നോക്കിപ്പോകാം. അപ്പോൾ ആരൊക്കെയാണ്? നമ്മളുടെ ടിം കുക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ഫുൾ നെയിം അദ്ദേഹത്തിൻ്റെ ടിമോത്തി ഡൊണാൾഡ് കുക്കാണ്. അപ്പോൾ അദ്ദേഹം ഒരു അമേരിക്കക്കാരനാണ്. അമേരിക്ക ആപ്പിൾ ഇൻകോർപ്പറേറ്റിൻ്റെ CEO ആണ് ശരിക്കും നിലവിൽ. ടിം കുക്ക് എന്ന് പറയുന്നത് CEO ഓഫ് ആപ്പിൾ ഇൻകോർപ്പറേറ്റ് ആണ്. ദെൻ ബിൽ ഗേറ്റ്സ് നമുക്കറിയാം, ഇപ്പോൾ ന്യൂസിലൊക്കെ വരുന്നതുമാണ്. ദെൻ അതുപോലെ തന്നെ നമ്മളുടെ മൈക്രോസോഫ്റ്റിൻ്റെ ഫൗണ്ടറാണ്. മാർക്ക് സുക്കർബർഗ് എന്ന് പറയുന്നത് ഫേസ്ബുക്കിൻ്റെ ഫൗണ്ടറാണ്. അത് നമുക്കറിയാവുന്ന. അപ്പോൾ ഈ 3 കാര്യങ്ങളും കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. ഇനി അടുത്തൊരു ക്വസ്റ്റൻ ആണ്. നമുക്കപ്പം ഇതുമായിട്ട് ചേർന്ന് വെച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റൻസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ രണ്ടാമത്തേത്, വെബ്സൈറ്റ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ദാറ്റ് മേക്ക് യൂസ് ഓഫ് യൂസർ ജനറേറ്റഡ് കണ്ടന്റ്. ശ്രദ്ധിച്ചോണേ, അവിടെ എന്ത് ചെയ്യാൻ പറ്റും? യൂസർ ജനറേറ്റഡ് കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. ഫോർ ദ എൻഡ് യൂസർ വിച്ച് വാസ് ഇൻട്രൊഡ്യൂസ് ഇൻ 2004 is most common nowadays. Now many social media applications are functioning on the base of this technology. The name of that web technology is dash. ചാടി കയറി എന്ന വെബ് 4.0 ആണെന്ന് ഓർക്കരുത്. അത് വെബ്
2.0 ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ കൂടുതൽ ക്വസ്റ്റൻസും ദെൻ അതുപോലെ തന്നെ ഇതുമായിട്ട് ഇതിൻ്റെ ആൻസറിലേക്ക് ഒന്നുകൂടെ പോകാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടിട്ട് വരാം, എന്നിട്ട് ക്വസ്റ്റനിലേക്ക് പോകാം. ഒന്ന്, എവല്യൂഷൻ ഓഫ് ദ വെബിൻ്റെ എവല്യൂഷൻ. അതായത് ഇന്നൊരു ഡേറ്റ് ഇന്നൊരു പീരീഡ് ഒന്നുമില്ല, അപ്പോൾ ഏകദേശം ഒരു കാലഘട്ടമാണ് നമ്മൾ പറയുന്നത്. വെബ് 1.0 ഒക്കെ നമ്മൾ ഇന്ന് കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വന്നത് 1997. വെബ് 2.0 ആണെങ്കിൽ 2004. വെബ് 3.0 സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അതിൻ്റെ ആ ഒരു യഥാർത്ഥ ദിശയിലേക്ക് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഓരോന്ന് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കിത് കൃത്യമാക്കാം. ഒന്ന്, വെബ് 1.0. വെബ് 1.0യുടെ കാര്യം ഓർത്തോണം. അതെപ്പോഴും എന്താണ്, അത് റീഡ് ഓൺലി വെബാണ്. അതായത് അവിടെ വായിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഏതെങ്കിലും ഒരു പൊർട്ടിക്കൽ കമ്പനി ഏതെങ്കിലും ഇൻഫർമേഷൻ നമ്മുടെ അവരുടെ വെബ്സൈറ്റിൽ എഴുതിയിട്ടുണ്ട്, നമുക്കത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അത് റീഡ് ചെയ്യാം, നമുക്ക് വായിക്കാം, നമുക്ക് ആവശ്യമുള്ളത് നോക്കി മനസ്സിലാക്കാം. അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് കാരണം ഒന്നുമില്ല. അതൊരു വൺ വേ പ്ലാറ്റ്ഫോമാണ്. റീഡ് ഓൺലി റീഡ് ഓൺലി വെബാണത്. കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. നമ്മളുടെ യാഹൂ, ജാവ, MSN, ഇത് നമ്മുടെ എക്സ്പ്ലോറർ, ഇതെല്ലാം എന്താണ് ഈ പറയുന്ന വെബ് 1.0 ഡെവലപ്പ് ചെയ്തതാണ്. അതായത് ഏതെങ്കിലും കമ്പനികളുടെ അവരുടെ കോണ്ടന്റുകൾ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഏറ്റവും നല്ലത് നമ്മൾ വിക്കിപീഡിയ കയറുന്നു. വിക്കിപീഡിയ കയറുമ്പോൾ എന്താണ്, വളരെ സ്റ്റാറ്റിക് ആയിട്ട് വലിയ മൂവ്മെന്റ് ഒന്നും ഇല്ലാതെ വലിയ അട്രാക്ഷൻ ഒന്നും ഇല്ലാക്കാം എടുക്കാം, അല്ലേ? അത്രയേ ഉള്ളൂ. ദെൻ അതിനപ്പുറത്തേക്ക് അവിടെ അവരുടെ വെബ്സൈറ്റിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനോ ഉള്ള അവസരങ്ങളൊന്നും നമുക്ക് അവിടെ കിട്ടുന്നില്ല. എന്നാൽ അടുത്തതിലേക്ക് നോക്കുവാണെങ്കിൽ വെബ് 2.0 നമ്മൾ പറഞ്ഞ ഏകദേശം 2004 അത് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോഴും അത് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ഇപ്പോഴും ഏകദേശം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ വെബ് 2.0 തന്നെയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? അത് റീഡ് ആൻഡ് റൈറ്റ് ആയിട്ടുള്ള വെബാണ്, അല്ലെങ്കിൽ സോഷ്യൽ വെബ് എന്ന് പറയും. റീഡ് റൈറ്റ് വെബ് അല്ലെങ്കിൽ സോഷ്യൽ വെബ്. എന്താണ് ഈ റീഡ് റൈറ്റ് അല്ലെങ്കിൽ സോഷ്യൽ വെബ് എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു 1.0 ഇൻഫർമേഷൻ നമ്മൾ സെർച്ച് ചെയ്യുന്നു, നമുക്ക് പക്ഷെ അതിൽ ചേഞ്ച് ചെയ്യാനോ ഓൾട്ടർ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അതൊരു വൺ വേ പ്ലാറ്റ്ഫോമാണ്. കമ്പനികൾ കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു, അത് നമുക്ക് വായിക്കാം എന്നല്ല, നമുക്ക് പ്രത്യേകിച്ച് അവിടെ കോൺട്രിബ്യൂഷൻ ഇല്ല. എന്നാൽ 2.0 വരുമ്പം അത് യൂസർ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് വെബ് 2.0 നമുക്ക് തുറന്നു തരുന്നത്. ഇതൊരു അഡ്വാൻസ് വെബ് ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ യൂട്യൂബും ഫേസ്ബുക്കും ആമസോണും ഒക്കെ ഈ പറഞ്ഞ വെബ് 2.0 വന്നതാണ്. അതായത് അവിടെയൊക്കെ നമുക്ക് വീഡിയോ കാണാനോ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനോ കണ്ട വീഡിയോ കമൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ആമസോണിൽ കയറി നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ നമുക്ക് അവിടെ റിവ്യൂ ചെയ്യാനോ ഒക്കെ നമുക്ക് പറ്റും. നമ്മളുടേതായ കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യാൻ നമുക്ക് പറ്റും. ഇതൊക്കെയുള്ള സാധ്യതകൾ തുറന്നു തന്നതാണ് വെബ് 2.0 എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ 1.0 എന്ന് പറയുന്നത് വളരെ സ്റ്റാറ്റിക് ആയിട്ട് നിന്നപ്പം 2.0 എന്ന് പറയുന്നത് വളരെ ഡൈനമിക് ആയിട്ട് യൂസർ ഇൻട്രാക്റ്റീവ് ആയിട്ട് വന്നതാണ് 2.0. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് നമ്മളുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചാണ് ഈ 2.0 എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊന്ന് ഫോൺ എടുത്ത് നോക്കി, ജസ്റ്റ് നമ്മുടെ ഫോൺ എടുത്ത് നോക്കി, നമ്മുടെ ആപ്ലിക്കേഷൻ നോക്കി, അവിടെ കിടപ്പുണ്ട് ഊബർ കിടപ്പുണ്ട്, സ്വിഗ്ഗി കിടപ്പുണ്ട്, യൂട്യൂബ് കിടപ്പുണ്ട്, ഫേസ്ബുക്ക് കിടപ്പുണ്ട്, നെറ്റ്ഫ്ലിക്സ് കിടപ്പുണ്ട്, എന്ന് വേണ്ട എല്ലാവിധ ആപ്ലിക്കേഷനും കിടപ്പുണ്ട്. ഈ ആപ്ലിക്കേഷൻസ് മുഴുവൻ ഡെവലപ്പ് ചെയ്ത് എവിടെ ഇട്ടാ? ഈ പറയുന്ന വെബ് 2.0 ഭാഗമായിട്ടാണ് അർത്ഥം. അല്ലെങ്കിൽ നമ്മുടെ പഴയ ആ കുത്തി എടുക്കുന്ന ഫോണും ഈ ഫോണും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഈ ആപ്ലിക്കേഷൻസ് ആണ് ശരിക്കും ഈ ഫോണിനെ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണാക്കി അല്ലെങ്കിൽ വളരെ സ്മാർട്ട് ഫോണാക്കി മാറ്റിയത്. അപ്പോൾ ഇതെല്ലാം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഈ 2.0. ഇനി നമ്മൾ ഒരു വീഡിയോ കാണുന്നു, നമ്മുടെ യൂട്യൂബിലൊരു വീഡിയോ കാണുന്നു, അല്ലേ? നമ്മൾ ഒരു വീഡിയോ കാണുന്നു, അല്ലെങ്കിൽ ആമസോണിൽ ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ലൈക്ക് നമ്മുടെ ഡിസ്ലൈക്ക് നമ്മൾ സെർച്ച് ചെയ്യുന്നത്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് ഈ പറയുന്ന കമ്പനികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ വെബ്സൈറ്റുകൾ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതൊരു കാര്യമാണ്. ഇനി അതേസമയം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, അല്ലെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്താണ്? ഈ 2.0 ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രശ്നം എന്താണ്? ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ആമസോണിൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കാനായിട്ട് സെർച്ച് ചെയ്തു, നമ്മൾ വാങ്ങിയിട്ടൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ മൊബൈൽ വാങ്ങാണ്ട് സെർച്ച് ചെയ്തു. നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞു നമ്മളത് വിട്ടുപോയി, നമ്മളത് പിന്നെ നോക്കുന്നൊന്നുമില്ല. പക്ഷേ നമ്മളറിയാതെ തന്നെ നമ്മൾ ഈ സെർച്ച് ചെയ്ത് നമ്മുടെ റൂമിൻ്റെ അകത്തിരുന്ന് മൊബൈൽ വാങ്ങാൻ നമ്മൾ നോക്കിയ കാര്യത്തെ എവിടെയൊക്കെയോ ആരൊക്കെയോ അറിഞ്ഞിട്ടുണ്ട്. എങ്ങനെ അറിഞ്ഞു? അതായത് നമ്മളുടെ വീട്ടിലിരുന്ന് നമ്മൾ ചെയ്ത കാര്യം അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന നമ്മളുടെ കമ്പനികൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ യൂട്യൂബിലോ ആമസോണിൽ കയറി ഈ പറയുന്ന ഡേറ്റ, നമ്മൾ ഇന്ന കാര്യമാണ് തപ്പിയിരിക്കുന്നുള്ള ഡേറ്റ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവർ കൈക്കലാക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ മൊബൈലാണ് വാങ്ങിക്കാൻ നോക്കിയിരിക്കുന്നുള്ളത് മൊബൈലിൻ്റെ കമ്പനികളെല്ലാം അറിയുകയും നമ്മുടെ പുറകെ ഈ മൊബൈൽ കമ്പനിക്കാരെല്ലാം നടന്ന് ഇത് മേടിക്കുക അത് മേടിക്കുക, ഇതിൻ്റെ പരസ്യം അതിൻ്റെ പരസ്യം എന്ന് പറഞ്ഞ് ഇങ്ങനെ പുറകെ വരിക.
അപ്പം നമ്മൾ സെർച്ച് ചെയ്ത കാര്യം ഇവരെങ്ങനെ അറിഞ്ഞേ? അവിടെയാണ് നമ്മൾ ഓർത്തോക്കേണ്ട കാര്യം. ഈ നമ്മൾ സെർച്ച് ചെയ്ത കാര്യങ്ങളെല്ലാം മുകളിൽ കുക്കിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. കുക്കീസ് നമ്മൾ കൂടുതലായിട്ട് പിന്നെയും കാണുന്നുണ്ട്. അപ്പോൾ കുക്കീസിൽ എന്ത് ചെയ്യും? അത് സ്റ്റോർ ചെയ്ത് കുക്കിയിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കും. ഈ ഡേറ്റാസ് വലിയ വലിയ കമ്പനികൾക്ക്, മൊബൈലുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ മൊബൈലിൻ്റെ കമ്പനികൾക്ക് എന്ത് ചെയ്യുന്നു? നമ്മുടെ ആമസോൺ വിൽക്കും. എന്നിട്ട് അതിൻ്റെ റിസൾട്ടായിട്ടുള്ള പോപ്പപ്സ് അല്ലെങ്കിൽ അതിൻ്റെ ആഡ്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? നമുക്കിങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കും. അപ്പം വെബ് 2.0 എന്ന് പറയുന്ന വലിയ സംഭവമായി നിൽക്കുമ്പോൾ പോലും ഇവിടെ നമ്മളുടെ പ്രൈവസി എത്രമാത്രം സുരക്ഷിതമാണ് എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്, അല്ലെ? വലിയ ടെക്നോളജിയിൽ അഡ്വാൻസ്മെന്റ് 2.0 നടന്നു, അതിനൊരു സംശയവുമില്ല. പക്ഷെ നമ്മുടെ പ്രൈവസി ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നില്ലേ? കാരണം നമ്മുടെ റൂമിലിരുന്ന് നമ്മൾ ചെയ്ത കാര്യം ആരൊക്കെയോ അറിഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ നമ്മുടെ സ്വഭാവം അറിയാൻ പറ്റും എന്ന് പറയും. അത് നമ്മൾ യൂട്യൂബിൽ എന്തൊക്കെ കണ്ടു എന്നുള്ളത് കമ്പനിക്ക് അറിയാം. അപ്പോൾ കൃത്യമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് തരാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ആരൊക്കെയോ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇതിനൊക്കെ ബദലായിട്ടാണ് 3.0 വന്നത് എന്ന് വേണമെങ്കിൽ പറയാം. വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രോത്ത്, അതിൻ്റെ ഒരു പിക്ചർ വെക്കുന്നത് പറയാൻ മാത്രമേ ആയിട്ടുള്ളൂ. അതൊന്നും വലിയ വളർന്നിട്ടൊന്നുമില്ല. അത് AI ബേസ്ഡ് ആണ്, അല്ലെ? AI ബേസ്ഡ് ആയിട്ടാണ് നമുക്കറിയാം 3.0 വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ 3.0ന്റെ ഏറ്റവും വലിയ ബേസ് എന്ന് പറഞ്ഞാൽ അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് ആണ്. പക്ഷെ ഒത്തിരി ഒന്നും ഇപ്പോഴും അത് വളർന്നിട്ടില്ല. വളർന്നുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് അതിന്റെ ശൈശവത്തിൽ മാത്രമാണ്. അപ്പോൾ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? നമ്മുടെ വെബ് 2.0 തന്നെയാണ്. റീഡ് റൈറ്റ് വെബ് അല്ലെങ്കിൽ സോഷ്യൽ വെബ് ആണെന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തു വെക്കാം. ഇനി അവിടെ ഓർത്തു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ആദ്യത്തെ നമ്മൾ പറഞ്ഞു കമ്പനികൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അത് നമ്മൾ വായിക്കുന്നു. എന്നാൽ വെബ് 2.0 വരുമ്പോഴത്തേന് അവിടെയും എന്താണ്? അവിടെയും നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, നമുക്ക് അങ്ങോട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോഴും അവിടെയും വലിയൊരു ഡ്രോബാക്ക് അവിടെയുണ്ട്. അവിടെ യൂട്യൂബാണ് എന്ത് ചെയ്യുന്നത്? ഇപ്പം അവിടെ ലൈക്ക് ബട്ടൺ വെക്കണോ, ഡിസ്ലൈക്ക് ബട്ടൺ വെക്കണോ, കോമെന്റ് സെക്ഷൻ നിർത്തണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇപ്പോഴും ആരാണ്? യൂട്യൂബ് തന്നെയാണ്. ഫേസ്ബുക്കിൽ എന്തൊക്കെ അപ്ഡേഷൻസ് വരുത്തണം എന്ന് തീരുമാനിക്കുന്നത് ഫേസ്ബുക്ക് തന്നെയാണ്. ഇപ്പോഴും കൺട്രോൾ ആരുടെ കയ്യിൽ തന്നെയാണ്? ഈ കമ്പനികളുടെ കയ്യിൽ തന്നെയാണ്. അതിന് നമ്മൾ പറയും അത് സെൻട്രലൈസ്ഡ് ആണെന്ന് നമുക്ക് പറയാം. അതായത് ഈ പറയുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം എന്താണ്? സെൻട്രലൈസ്ഡ് ആണ്. അതായത് ആ കമ്പനികൾക്കാണ് ഇതിൽ പൂർണ്ണമായിട്ടും പവർ. നമ്മളിതിൻ്റെ വലിയ യൂസേഴ്സ് ആയിട്ടിരിക്കുമ്പോഴും നമുക്കതിൽ ഈ പറയുന്ന കമന്റ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാന്നൊക്കെ അല്ലാതെ അതിനപ്പുറത്തേക്ക് അതിൻ്റെ സെറ്റിംഗ്സിലൊന്നും ചെയ്യാനുള്ള അധികാരം നമുക്കില്ല. ഓക്കെ, അത്രയും വരെ വെബ് 2.0 നമ്മൾ മനസ്സിലാക്കി വെക്കാം. അടുത്തത് വെബ് 3.0. വെബ് 3.0 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ മാത്രമാണത്. അത് ഈ 3.0നെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പോലെ ഇത് വളർന്നിട്ടില്ല. അപ്പോൾ വെബ് 3.0 എന്ന് പറയുന്നത് ഒരു ഡീസെൻട്രലൈസ്ഡ് ഇന്റർനെറ്റ് ആവാനാണ് സാധ്യത, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇത് വരേണ്ടത്. അതായത് ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു 2.0ൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാം, യൂട്യൂബിൽ അത് ചെയ്യാം, ഇത് ചെയ്യാം. പക്ഷേ നമ്മൾ ഇതിൻ്റെ വലിയൊരു യൂസർ ആയിട്ടിരിക്കുമ്പോഴും നമുക്ക് യൂട്യൂബ് എന്ന് പറയുന്ന അതിൻ്റെ സെറ്റിംഗ്സിൽ ഒരു രീതിയിൽ നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അത് കാരണം എന്താണ്? അത് സെൻട്രലൈസ്ഡ് ആണ്. യൂട്യൂബ് എന്ന് പറയുന്ന കമ്പനിക്ക് മാത്രം സ്വന്തമാണ് ആ കാര്യങ്ങൾ. ഇവിടെയാണ് 3.0യുടെ പ്രത്യേകത. ഇത് ഡീസെൻട്രലൈസ്ഡ് ഇന്റർനെറ്റ് ആണ്. അതായത് നമ്മളുടെ യൂസേഴ്സിന് ഇതിൽ പൂർണ്ണമായിട്ടും ഒരു കൈകടത്തൽ നടത്താൻ പറ്റുന്ന രീതിയിലേക്കാണ് വെബ് 3.0 എന്ന് പറയുന്നത് വരുന്നത്. അതായത് ഇവിടെ എപ്പോഴും ഓർത്തോണം, നമ്മൾ പറഞ്ഞു AI ബേസ്ഡ് ആണ്. നമ്മളുടെ 3.0 എന്ന് പറഞ്ഞാൽ AI ബേസ്ഡ് ആണ്. കംപ്ലീറ്റ് ആയിട്ടും AI ജനറേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഇപ്പോഴാണ് നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്തൊക്കെ കൊടുക്കണം നമുക്ക് ഒരു കാര്യം, അല്ലേ? ഇപ്പോൾ ഇനിയിപ്പം ഇങ്ങോട്ട് വരുമ്പോൾ ജസ്റ്റ് ഒന്നൊരു വോയിസ് ഇങ്ങനെ പറഞ്ഞാൽ മതി, അന്നേരം തന്നെ നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ റിസൾട്ട് കിട്ടും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്രിപ്റ്റോ കറൻസി, ബിറ്റ് കോയിന്, ഇതൊന്നും നിങ്ങളിപ്പം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യുമ്പോൾ ഓർക്കരുത്, ഇതൊന്നും ഇത്രയൊന്നും ആയിട്ടില്ല. ആയി വരുന്നത് മാത്രമേ ഉള്ളൂ. ഇതതിൻ്റെ വളർച്ചയുടെ പാതയിലാണ് 3.0 എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു, ഒന്ന് നമ്മളുടെ പ്രൈവസി എന്ന് പറയുന്നൊരു പ്രോബ്ലമാണ് 2.0ൽ. ഇനി സെൻട്രലൈസ്ഡ് ആണ് അവിടെ കൺട്രോൾ എന്ന് പറയുന്നത്, കമ്പനികളാണ് കൺട്രോൾ ചെയ്യുന്നത്. അതിനെയൊക്കെ മാറ്റും എവിടെ? 3.0ൽ. അത്രയൊന്നും ഓർത്ത് വെക്കാം. പവർ മാറുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൈവസി എന്ന് പറയുന്നത് പ്രൊട്ടക്ട് ചെയ്യപ്പെടും. നമ്മളുടെ ഈ ഒരു പ്രോബ്ലംസ് ഇവിടെ 2.0ൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ കൂടുതൽ പരിഹരിച്ചുകൊണ്ട് തന്നെ 3.0 ഉണർന്നെഴുന്നേൽക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഡീസെൻട്രലൈസ്ഡ് ഇന്റർനെറ്റ് ആണ് യൂസിങ് ബ്ലോക്ക് ചെയിൻ, AI, അതുപോലെ തന്നെ യൂസർ കൺട്രോൾ ഡേറ്റ ആയിരിക്കും. യൂസർക്കായിരിക്കും ഇവിടെ പൂർണ്ണമായിട്ടും ഇതിൻ്റെ അധികാരം വരുന്നത്. ദെൻ ഇതിലൂടെ നമ്മുടെ ട്രസ്റ്റ്, പ്രൈവസി, ഇമേഴ്സീവ് എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെബ് 3.0ൽ ഓർത്ത് വെക്കാം. ദെൻ ഫോർത്ത് വൺ വെബ് 4.0. വെബ് 4.0 എന്ന് പറയുന്നത് നമ്മളുടെ ചിന്തയിലൊരു കാര്യം വരുന്നതിന് മുമ്പ് ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും പറ്റുന്ന രീതിയിലേക്ക് നമ്മളുടെ വെബ് മാറും എന്നാണ് വെബ് 4.0ൽ പറയുന്നത്. അപ്പം ഒരു ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് ഉണ്ടാവും.
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ജസ്റ്റ് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ആൻസർ തരുമോ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചോദിച്ചാലും അതിന് ഉത്തരം തരുമോ, അതിനപ്പുറത്തേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗ്രോ ചെയ്യും. നമുക്ക് എന്തും റിയാലിറ്റിയിൽ, ഇത് എന്ത് കാര്യവും നമ്മൾ ചോദിക്കുന്നു അതിൻ്റെ ആ ഒരു റിയൽ പിക്ചർ, ഒരു 3D എൻവയോൺമെൻറ്റ് നമുക്ക് ചുറ്റും ക്രിയേറ്റ് ചെയ്യാണ്ട് പറ്റും. ദെൻ എവിടുന്നും എന്തും അറിയാൻ പറ്റും. നമ്മളെ എല്ലാ രീതിയിലും അസിസ്റ്റ് ചെയ്യുന്ന ടെക്നോളജീസ്, അതും യൂസർ ഫ്രണ്ട്ലി ആയിട്ട് മെറ്റാവേഴ്സ് എന്ന് പറയുന്നത്, അതായത് നമുക്കറിയാം ഇപ്പം നമ്മളുടെ ഫേസ്ബുക്കും ഒക്കെ മെറ്റ എന്ന് പറയുന്ന പേരിലാണല്ലേ. അതായത് എല്ലാം അവസാനം ഈ മെറ്റാവേഴ്സിൻ്റെ ഉള്ളിലാകും എന്നാണ് പറയുന്നത്. എല്ലാം ഈ പറയുന്ന വെബ് 4.0 ഒക്കെ വരുന്നതോടുകൂടി എല്ലാം ഈ പറയുന്ന ടെക്നോളജി ഡ്രിവൻ്റെ ഉള്ളിലായിട്ട് മാറും എന്നാണ് പറയുന്നത്. അപ്പോൾ വരുന്നത് അത് റീഡ് ചെയ്യാം, റൈറ്റ് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യാം, AI ഡ്രിവൻ ആയിരിക്കും, പ്രൊയാക്റ്റീവ് ആയിരിക്കും, ഇമ്മേഴ്സീവ് ആയിരിക്കും. ഒരുപാട് ചേഞ്ചസും കൊണ്ട് വരാൻ പോകുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് വെബ് 4.0 എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ 2 ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കിയേക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. വെബ്സൈറ്റ് ആൻഡ് ആപ്ലിക്കേഷൻ ദാറ്റ് മേക്ക് യൂസ് ഓഫ് യൂസർ ജനറേറ്റഡ് കണ്ടന്റ് ഫോർ ദ എൻഡ് യൂസേഴ്സ് വിച്ച് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 2004 is most common nowadays. Now many social media applications are functioning on the base of this technology. ഓക്കെ, എന്തുമാത്രം ക്ലൂ ഇട്ടിട്ട് ആ ക്വസ്റ്റ്യൻ തന്നേക്കുന്നതെന്നും 2004 ഇൻട്രൊഡ്യൂസ് ചെയ്തതാണെന്നും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒക്കെ ഇതിലാണ് നിൽക്കുന്നതെന്നും അങ്ങനെ യൂസർ ജനറേറ്റഡ് കണ്ടന്റുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്നും എന്തുമാത്രം കാര്യങ്ങൾ, അതായത് വെബ് 2.0 മുഴുവൻ കാര്യങ്ങളും ഒരു ക്വസ്റ്റിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടാണ് ആ ക്വസ്റ്റ് നമുക്ക് തന്നേക്കുന്നത്. ഈസിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും വെബ് 2.0. അടുത്ത് നോക്കിയേ, വെബ് 3.0 ആയിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റൻ ഉണ്ട്. എന്താണ് വെബ് 3.0 ഈസ് നോൺ ആസ് ഏതാണ്? റീഡ്, റൈറ്റ്, എക്സിക്യൂട്ടീവ് വെബ്. എന്തുകൊണ്ടാണ് അത് എക്സിക്യൂട്ടീവ് വെബ് ആകുന്നത്? നമുക്ക് പറഞ്ഞു വെബ് 1.0 നമുക്ക് റീഡിങ് മാത്രമേ ഉള്ളൂ. വെബ് 2.0 ആണ് വന്ന് റീഡ് ആൻഡ് റൈറ്റ് ആണ്. ദെൻ അവിടെ നമുക്ക് കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാം, അതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അൾട്ടിമേറ്റ് ആയിട്ടും അതിന് ഓണർ എന്ന് പറയുന്നത് ഇപ്പോൾ യൂട്യൂബ് ആണ്, യൂട്യൂബിൻ്റെ കമ്പനി തന്നെയാണ്. അതിൻ്റെ അകത്തെ മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കാനും എല്ലാത്തിലുള്ള അവകാശം യൂട്യൂബിൻ്റെ കയ്യിൽ തന്നെയാണ്. നമ്മൾ 365 ദിവസവും 24 മണിക്കൂർ യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അല്ലെങ്കിൽ നമ്മൾ കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ ലൈക്ക് ചെയ്യുന്നുണ്ട്, ഡിസ്ലൈക്ക് ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്കതിൽ അധികാരമില്ല. ഇത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പവർ നമുക്കില്ല. അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പവർ വരുന്നത് എവിടെയാണ്? 3.0-ലാണ്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നത് അത് അതിനുള്ള പവർ വരുന്നത് എവിടെയാണ്? 3.0 ആണ്. അപ്പോൾ റീഡ്, റൈറ്റ്, എക്സിക്യൂട്ടീവ് വെബാണ് ഏത്? നമ്മളുടെ വെബ് 3.0 എന്ന് പറയുന്നത്. ഇനി നമുക്ക് നല്ലൊരു ക്വസ്റ്റൻ നോക്കാം. ഇത് നമുക്ക് പ്രീവിയസിൽ ചോദിച്ചല്ല, പക്ഷെ ചോദിക്കാൻ നമുക്ക് സാധ്യതയുള്ളൊരു ക്വസ്റ്റൻ ആയിട്ട് കണ്ടു തന്നെ പഠിക്കാം. വെബ് 1.0, 2.0, 3.0, 5.0 തന്നിട്ടുണ്ട്. ഇത് ലിസ്റ്റ് 2 ആയിട്ടൊന്ന് കണക്ട് ചെയ്യണം. നമുക്ക് എളുപ്പമാണ് എന്ന് വെച്ചാൽ നമ്മൾ വെബ് 1.0 നമ്മൾ പറഞ്ഞു, അത് ഭയങ്കര സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്നതാണ്. അത് കുറേയധികം ഇൻഫർമേഷൻസ് ഉണ്ട്, അത് നമുക്ക് ആക്സസ് ചെയ്യാം. എന്ന് വെച്ചാൽ നമുക്കത് വായിക്കാം, അല്ലേ? നമുക്കത് വായിക്കാം. അപ്പോൾ ഡെമോക്രറ്റൈസേഷൻ ഓഫ് ഇൻഫർമേഷൻ ആക്സസ് ആണ് ശരിക്കും ഏത്? വെബ് 1.0 എന്ന് പറയുന്നത്. അതായത് ആ ഒരു വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള കമ്പനികൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ, ആ ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് കൺസ്യൂം ചെയ്യാനായിട്ട് പറ്റും. അതായത് എന്താണ്, നമ്മൾ അത്രയും നല്ല ടെക്സ്റ്റിലൊക്കെ ഉണ്ടായിരുന്ന മാത്രം കാര്യങ്ങൾ എന്ത് ചെയ്തു? ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു, അത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഡെമോക്രറ്റൈസേഷൻ ഓഫ് കോണ്ടന്റ് പ്രൊഡക്ഷൻ ഇൻഫർമേഷൻ ആക്സസ്, അതാണ് ശരിക്കും ഇതിൻ്റെ അകത്ത് വരുന്നത് വെബ് 1.0 വരുന്നത്. ഇനി വെബ് 2.0 ആണെങ്കിലോ, അത് ഏറ്റവും ബെസ്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏതാണ്? നമ്മൾ പറഞ്ഞല്ലോ, അത് നമ്മളുടെ ഈ സെക്കൻഡ് 2.0 എന്ന് പറയുന്നത് കൂടുതൽ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള യൂസർ സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് വെബ് 2.0 പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ സോഷ്യൽ മീഡിയാസും യൂസർ ജനറേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റുകളും കൊളാബറേറ്റീവ് പ്ലാറ്റ്ഫോമും ഒക്കെ കൊടുക്കുന്ന എവിടെയാണ്? 2.0-ലാണ്. അപ്പോൾ ഒരു പ്രധാന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ യൂസേഴ്സിന് ലൈക്ക് ചെയ്യാനും ഡിസ്ലൈക്ക് ചെയ്യാനും അവരുടെ തന്നെ കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെയുള്ള സാധ്യത നല്ല യൂസർ ഫ്രണ്ട്ലി ആണ്. അല്ലെങ്കിൽ യൂസർ ജനറേറ്റഡ് കോണ്ടന്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കൊളാബറേറ്റീവ് പ്ലാറ്റ്ഫോം കൊടുക്കുന്നതാണ് വെബ് 2.0 എന്ന് പറയുന്നത്. സോ ഇവിടെ ഏതായിരിക്കും ബെസ്റ്റ് ആൻസർ എന്ന് പറയുന്നത്? ഡെമോക്രറ്റൈസേഷൻ ഓഫ് കോണ്ടന്റ് പ്രൊഡക്ഷൻ ആണ്, അല്ലേ? ഇത് ഇൻഡിവിജ്വൽസിനെ അവരുടെ കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാനും അത് വെബ്സൈറ്റിലേക്കും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ഓക്കെ, അത് ക്ലിയർ ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ദെൻ മൂന്നാമത്തേത് വെബ് 3.0. അവിടെ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒന്നാണ്. എന്താണ് വെബ് 3.0? നമ്മൾ കണ്ടതാണ്, അവിടെ റീഡ് ഉണ്ട്, റൈറ്റ് ഉണ്ട്, എക്സിക്യൂട്ട് ചെയ്യാനും പറ്റും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഏതാണെന്ന് വെച്ചാൽ ഡെമോക്രറ്റൈസേഷൻ ഓഫ് കപ്പാസിറ്റി ഓഫ് ആക്ഷൻ ആൻഡ് നോളജ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ 3.0 എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചർ വേൾഡ് വൈഡ് വെബ് ഇനി എങ്ങനെയായിരിക്കും? ഈ പറയുന്ന വെബ് 3.0 ആയിരിക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും സെമാൻറ്റിക് വെബും ഡേറ്റ ഇൻ്റഗ്രേഷനും ഒക്കെ കൂടിയിട്ടുള്ള, അതായത് ശരിക്കും നല്ല മോർ ഇൻ്റലിജൻറ്റ് പവറുള്ള ഒരു സിസ്റ്റം ആയിരിക്കും വെബ് 3.0-ൽ
ഫോം ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കൊരു നല്ലൊരു പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ്, അതായത് നമ്മളുടെ സ്വന്തം എന്ന രീതിയിൽ അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. യൂട്യൂബ് മുഴുവൻ നിയന്ത്രിക്കുന്ന യൂട്യൂബിൻ്റെ കമ്പനിയാണെങ്കിൽ പിന്നീട് അല്ലെങ്കിൽ ഈ പറയുന്ന എക്സിക്യൂഷൻ ലെവലിലേക്ക് വരുമ്പം അതിന്മേലുള്ള നിയന്ത്രണം യൂസേഴ്സിൻ്റെ കയ്യിലേക്ക് വരുവാണ് ശരിക്കും ചെയ്യുന്നത്. അപ്പോൾ 3.0 നമ്മളിവിടെ പറഞ്ഞു ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡെമോക്രറ്റൈസേഷൻ ഓഫ് ദ കപ്പാസിറ്റി, ആക്ഷൻ ആൻഡ് നോളജ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്യുന്നു ഓർത്ത് വെച്ചോണം. അതായത് ഇവിടെ നമ്മളുടെ യൂസേഴ്സിനെ സംബന്ധിച്ചോളം ഇവിടെ എന്താണ്, അവർക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസും ടെക്നോളജീസും ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. ഒക്കെ നമ്മളിപ്പോൾ ജസ്റ്റ് ഒക്കെ ഒരു എന്താണ് ഒരു പിച്ച വെക്കൽ മാത്രമേ ആയിട്ടുള്ളൂ. ഒക്കെ അതിൻ്റെ അഡ്വാൻസ് ലെവലിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ടെക്നോളജിയുടെയൊക്കെ ഒരു അഡ്വാൻസ് ലെവലിലേക്ക് നമുക്കതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ടാസ്കുകളൊക്കെ കൂടുതൽ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാനായിട്ടും നമുക്ക് വിചാരിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഇൻഫർമേഷൻ എടുക്കാനും അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനും അതിൻ്റെ ബേസ് ഡിസിഷൻ മേക്കിംഗ് നടത്താനായിട്ടും നമുക്ക് എന്ത് വേണോ അതിനോട് കറക്റ്റ് റിലവൻ്റ് ആയിട്ടുള്ള നോളജ് ഇങ്ങനെ വിരൽ തുമ്പിൽ കിട്ടാനും ഒക്കെയുള്ള സാധ്യതകളാണ് വെബ് 3.0 എന്ത് ചെയ്യുന്നത് തുറന്നു തരുന്നത്. അപ്പോൾ കപ്പാസിറ്റി ഓഫ് ആക്ഷൻ, നമുക്ക് എന്തും ചെയ്യാനുള്ള ടൂൾസും ടെക്നോളജീസും പ്രൊവൈഡ് ചെയ്യും. തന്നെ അതുപോലെ അറിവിൻ്റെ വിശാലമായ ലോകം. നമ്മളിങ്ങനെ ഇപ്പോൾ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ വിരൽ തൊടുമ്പോഴത്തേന് ആണ് നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ ഇങ്ങനെ വിന്നി മറയുന്നു, അല്ലെങ്കിൽ പൊലിഞ്ഞു ഇങ്ങനെ മീൻസ് പൂ വിടർന്ന പോലെ വിടർന്നു വരുന്നു. ഇതൊക്കെയാണ് ശരിക്കും ഈ പറയുന്നത് വെബ് 3.0 സംഭവിക്കാൻ പോകുന്നത്. ദെൻ 5.0 അല്ലേ, അതും ഒരു ഫ്യൂച്ചറിലേക്കുള്ള റെവല്യൂഷനാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന റെവല്യൂഷനാണ് ഈ പറയുന്ന 5.0 എന്ന് പറഞ്ഞത്. ഇപ്പോഴും ഒത്തിരി ഡെവലപ്പ് ചെയ്യുന്നു പറഞ്ഞാൽ പോലും ഒക്കെ ഇപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ. അതിനൊക്കെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ട്. ഒരിക്കലും നമുക്കതിനെ അതിനോടൊരു മെൻ്റൽ ആയിട്ടുള്ള കണക്ഷനൊക്കെ കുറവാണ് എന്ന് വെച്ചാൽ, കാരണം നമ്മളുടെ ഇമോഷൻസ് അറിയാനോ നമ്മളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനോ ഒന്നും അതിനായിട്ടില്ല. അവിടെയാണ് ഈ പറയുന്ന 5.0 വന്നു കഴിഞ്ഞാൽ അതൊരു ഇമോഷണൽ വെബായിരിക്കും. എന്താണ്, ഇമോഷണൽ വെബായിരിക്കും. അതായത് ഈ ടെക്നോളജിക്ക് നമ്മളുടെ ആ യൂസേഴ്സിൻ്റെ ഇമോഷൻസും അവരുടെ ആ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും എന്താണ് എംപത്തറ്റിക് ഇൻട്രാക്ഷൻസ് ഒക്കെ നടത്താനുള്ളതും അല്ലെങ്കിൽ അതായത് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി റിയാക്ട് ചെയ്യാൻ പറ്റും ഇമോഷണൽ വെബിന്. നമ്മളുടെ ഒരു ഫീലിങ്സിനെയൊക്കെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനനുസരിച്ച് ബിഹേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അത്രയും ആ ലെവലിലേക്കൊക്കെ വളർന്നതാണ് വെബ് 5.0 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോർത്ത് വെച്ചാലും 1.0 ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാനായിട്ടുള്ള പറ്റും. വെബ് 2.0 കണ്ടന്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. 3.0 നമുക്ക് എന്ത് കാര്യങ്ങളും ചെയ്യാനും എന്ത് നോളജും കിട്ടാനും പറ്റും. എന്നാൽ 5.0 എത്തുമ്പോൾ നമ്മളെ തന്നെ മനസ്സിലാക്കാൻ എക്ക് പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും അത് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ കൃത്യമായിട്ട് ഓർത്ത് നോക്കണേ, നല്ലതാണ്. നെക്സ്റ്റ്, a user noticed that items added to a shopping cart remain there even after closing the browser and returning later. This process is primarily enabled by Dash. ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ആമസോണിൽ കയറിയിട്ട് ഒരു സാധനം മേടിക്കാനായിട്ട് നോക്കി, മൊബൈലൊന്ന് സെർച്ച് ചെയ്ത് നോക്കി, ഞാൻ ഇന്ന് ഒരു കമ്പനിയുടെ മൊബൈൽ നോക്കി. ഓക്കെ, ഞാനത് വേണ്ടാന്ന് വെച്ചിട്ട് അത് ക്ലോസ് ചെയ്തു. പക്ഷേ പിന്നീട് എപ്പോൾ കയറി നോക്കിയാലും അതിൻ്റെ ആഡ് കയറി വരുന്നു. ഇനി വേണ്ട, അതടച്ചിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചെന്നപ്പോൾ എനിക്ക് അവിടെ അതിൻ്റെ ആഡ് വരുന്നു. എങ്ങനെ വരുന്നു? അതായത് നമ്മളൊരു വെബ്സൈറ്റിൽ, ഇപ്പം ഞാൻ ആമസോൺ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ഞാൻ ബ്രൗസ് ചെയ്തു, അതായത് എനിക്ക് എന്താ വേണ്ട മൊബൈൽ. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഈ വെബ് ബ്രൗസേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ എന്തിനെക്കുറിച്ചാണ് അന്വേഷിച്ചെന്നുള്ള ആ ഒരു ഡേറ്റ അവർ കളക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ എൻ്റെ മുറിയിലിരുന്ന് ചെയ്ത ആ തപ്പിയ കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു വെബ്സൈറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഇൻഫർമേഷൻസ് എടുത്തിട്ടുണ്ട്. അതാണ് കുക്കികൾ എന്ന് പറയുന്നത്. ഈ കുക്കീസ് എന്ത് ചെയ്യും, അവർ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് വിൽക്കും. വിറ്റ് കഴിയുമ്പം ആ കമ്പനികൾ ഇപ്പോൾ മൊബൈൽ എന്താണ് ഇപ്പം ഞാൻ എന്ന് പറയുന്ന ഈ എറണാകുളത്തിരിക്കുന്ന ഞാൻ ഇന്ന മൊബൈലിന് വേണ്ടി സെർച്ച് ചെയ്യുന്നുള്ള ഇൻഫർമേഷൻ ഞാൻ എവിടെയാണോ സെർച്ച് ചെയ്തത് ആ ബ്രൗസർ എന്ത് ചെയ്യാണ്, വെബ് ബ്രൗസർ എന്ത് ചെയ്യുന്നു, അത് ഒരു മൊബൈൽ കമ്പനിക്ക് അത് വിൽക്കുന്നു. ആ മൊബൈൽ കമ്പനി എന്നെ പിന്തുടർന്ന് ഈ മൊബൈൽ വാങ്ങിക്കൂ എന്ന് പറഞ്ഞ് ആഡ് അല്ലെങ്കിൽ കുക്കികൾ എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇവിടെ എന്താണ് ശരിക്കും ചെയ്യുന്നത്, ആ വെബ്സൈറ്റുകൾ എൻ്റെ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് കളക്ട് ചെയ്യുകയും ഇത് മറ്റുള്ള കമ്പനികൾക്ക് വിൽക്കുകയും അതിനനുസരിച്ച് അവരെനിക്ക് ആഡ് ഇറക്കി തരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. Then next, what type of work as computers are client computers in a client server system. ഈ ഒരു നമ്മൾ കാണുന്ന പോലെ ഇവിടെ ഒരു മെയിൻ കമ്പ്യൂട്ടർ ഉണ്ട്, ഒരു മെയിൻ ഫ്രെയിം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണെന്ന് ഓർക്കുക. ഓർഗനൈസേഷൻ്റെ സെർവറിൽ നിന്നും നമ്മൾ ഡേറ്റാസ് എടുക്കുന്നുണ്ട്. നമ്മളുടെ എന്ത് യൂസ് ചെയ്തിട്ട്, മൈക്രോ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് നമ്മളുടെ വീട്ടിലിരിക്കുന്ന ഇൻ്റർനെറ്റും കീബോർഡും മോണിറ്ററും മൗസും പ്രിൻ്ററും ഒക്കെ ഉള്ള ഒരു സ്മോൾ സൈസ് കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, അതാണ് ഈ പറയുന്ന മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ വലിയ കമ്പ്യൂട്ടറാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞത്. ഇനി മിനി കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഓർത്ത് നോക്കണം. ഇത് മിനി എന്ന് പറയുമ്പോൾ ഒന്നിനും കൊള്ളാത്തെന്ന് ഓർക്കരുത്, വളരെ ചെറുതാണ്. പക്ഷേ സയൻറ്റിഫിക് എഞ്ചിനീയറിംഗ് ഏരിയയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് മിനി കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. ഭയങ്കര എക്സ്പെൻസീവാണ്. മൈക്രോ കമ്പ്യൂട്ടർ പോലെയല്ല, വളരെ പവർഫുള്ളുമാണ്, എക്സ്പെൻസീവുമാണ് മിനി കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞത്. ഇനി PDA എന്ന് പറയുന്നത് നമ്മുടെ കൈക്കകത്ത് ഒതുങ്ങുന്ന ഒരു സാധനമാണ് PDA. അതായത് പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻസ് എന്ന് പറയും. വളരെ സ്മോൾ സൈസിലുള്ള ഒന്നാണ് ഈ PDA എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ഒരു ക്വസ്റ്റൻ ആണ്. ദ വേർഡ് ഇന്റർനെറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം 2 വേർഡ്സ്. നമുക്ക് ഇന്റർനെറ്റ് എന്താ നമ്മൾ എല്ലാവർക്കും അറിയാം, പക്ഷേ അതൊന്ന് ഈ ഒരു ക്വസ്റ്റൻ ഓർത്ത് നോക്കുക നല്ലതാണ്. 2 വേർഡ്സിൽ നിന്നാണ് ഇന്റർനെറ്റ് എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ഇരിക്കുന്നത്. ഇന്റർ കണക്ഷൻ ആൻഡ് നെറ്റ്വർക്ക്. മറന്നു പോകരുത്, ഇന്റർ കണക്ഷൻ ആൻഡ് നെറ്റ്വർക്ക്. എന്താണ് ഇന്റർനെറ്റ് അല്ലെ? കണക്ട് ചെയ്യുന്നത്, ഇന്റർനെറ്റ് പരസ്പരം കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്റർ കണക്ഷൻ നെറ്റ്വർക്ക് ഓർത്തോണേ. നമുക്ക് ഇത് പഠിക്കുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളുടെ ടൈപ്സും കൂടെ ഒന്ന് പഠിച്ചു നോക്കാം. 4 ടൈപ്സ് ആണുള്ളത്. ഒന്ന് ലാൻ, അതായത് ഫോർ എക്സാമ്പിൾ ഒരു ബിൽഡിങ്ങിനകത്തെ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സും പ്രിൻറ്റേഴ്സും ഒക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാണ് ലാൻ. അവിടെ നല്ല സ്പീഡ് കൂടുതലായിരിക്കും, കാരണം മറ്റ് തടസ്സങ്ങളൊന്നും അതിനിടയിൽ വരുന്നില്ല. ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്, ഒരു സ്കൂള്, ഇതിൻ്റെയൊക്കെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളും പ്രിൻ്ററുകളും ഒക്കെ തമ്മിൽ കണക്റ്റഡ് ആണെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ദെൻ അടുത്തത് നമ്മളുടെ പാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന കമ്പ്യൂട്ടർ നോക്കുക. അവിടെ വയേർഡായിട്ടോ വയർലെസ് ആയിട്ടോ ഇരിക്കുന്ന നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ ചുറ്റുമിരിക്കുന്ന മുഴുവൻ സാധനങ്ങളും എന്താണ്? അത് പാൻ്റെ അകത്ത് വരുന്നതാണ്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ഇനി മാൻ അതെന്താണ്? മൾട്ടിപ്പിൾ ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു സിറ്റി ഒക്കെ കവർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതാണ് മാൻ, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. കേബിൾ TV നെറ്റ്വർക്കൊക്കെ അത് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. ഇനി വാൻ എന്ന് പറഞ്ഞാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക്, നമ്മുടെ ഇൻ്റർനെറ്റ് മൾട്ടിപ്പിൾ സിറ്റി അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിൽ, ലോകം മുഴുവൻ തമ്മിൽ കവർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതാണ് വാൻ. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് നമ്മുടെ ഇൻ്റർനെറ്റ്. നമുക്ക് ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നാളത്തെ നോക്കിയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് നമുക്കറിയാം അത്യാവശ്യം നമുക്കിനി അധികം ദിവസങ്ങളില്ല, നമ്മൾക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. പ്രത്യേകിച്ച് ഏരിയസൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനി ധൈര്യമായിട്ടിരിക്കുക എന്നുള്ളതാണ്, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അല്ല നമ്മളിങ്ങനെ നമുക്ക് അവിടെ പഠിച്ചിട്ടില്ല ഇവിടെ പഠിച്ചിട്ടില്ല എന്നോർത്ത് ടെൻഷൻ അടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ കളയും. അപ്പം നന്നായിട്ട് ഇനി ധൈര്യത്തോടുകൂടി ഇരിക്കുക, ഉള്ള സമയം മാക്സിമം യൂസ് ചെയ്യുക, അത് വേറൊരു കാര്യം. പക്ഷേ നന്നായിട്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. പലപ്പോഴും മുഴുവൻ പഠിച്ചിട്ട് പോകുന്ന പിള്ളേർ അവസാനം എന്ത് ചെയ്യണം, അവിടെ ചെന്നിട്ട് ഇതെല്ലാം കൂടെ കണ്ടിട്ട് തെറ്റിക്കുന്നവരുണ്ട്. ഒരു കാരണവശാൽ അങ്ങനെ വരരുത്. നല്ല ഒരു ആത്മവിശ്വാസം കീപ്പ് ചെയ്യുക, നന്നായിട്ട് എഴുതുക കേട്ടോ.